പുരുഷന്മാരെക്കാളും ഒരു ബ്രേക്കപ്പിനോ ഒരു ഡിവോഴ്സിനോ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സ്ത്രീകളിലാണ് കൂടുതലെന്നാണ് റീസെന്റ് ഉണ്ടായിട്ടുള്ള പഠനങ്ങൾ വരെ പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്ത് പുതിയ ജീവിതത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാനൊക്കെ കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ബന്ധങ്ങളുടെ ബ്രേക്കപ്പിന് വേണ്ടിയിട്ട്? സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, അവൾക്ക് അവനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൾ ഇത് ചെയ്യുമായിരുന്നു, അവൾക്ക് എന്തിന്റെ കുറവായിരുന്നു, അല്ലെങ്കിൽ അവൾക്കുള്ള മണ്ടത്തരമാണ് ഈ ഒരു ബന്ധം വിച്ഛേദിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ സൈക്കോളജിക്കലി ഇതൊരു മിസ്റ്റേക്ക് ആണ്. അതായത് ഒരു വലിയ തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടാകുന്ന മിസ്റ്റേക്ക് ആണ് ഇങ്ങനെയുള്ള ചിന്തകളും പ്രചരണങ്ങളും നടത്തുന്നത്. എന്താണ് ഒരു സ്ത്രീയുടെ മനസ്സിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് തടസ്സങ്ങൾ നേരിടുന്നത്, ഒരു ബന്ധത്തിൽ നിന്നും ലീവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ത്രീ എത്രമാത്രം ആ ബന്ധത്തിലുണ്ടായ വീഴ്ചകളിൽ നിന്നും റിക്കവർ ആകാനും അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ ആരും കാണാറില്ല. പറഞ്ഞു വരുന്നത് ലവ് എന്നതും റിലേഷൻഷിപ്പ് കണ്ടിന്യൂവേഷൻ എന്നതും രണ്ടും രണ്ടാണ്. അതായത് ഒരാളോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ആ ഒരു ബന്ധം ഹെൽത്തി അല്ല എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നമ്മുടെ എല്ലാവരുടെയും ബ്രെയിനിനുണ്ട്. എന്നിരുന്നാലും ആ സ്നേഹത്തിന്റെ പേരിൽ മുന്നോട്ട് പോകാനിരിക്കുകയും എന്നാൽ പല വിധത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ കാരണം ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. ഇപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും വിട്ടുപോയ ഒരാളെ സ്നേഹിക്കുന്നുണ്ടാവാം, മിസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ ഒരിക്കലും ആ ആളിലേക്ക് തിരികെ ചെല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്നേഹവും ഒരു ബന്ധത്തിന്റെ തുടർന്നു പോകുന്നതിനുള്ള കപ്പാസിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിന് ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോവുക എന്നുള്ളത്, ഇത് ഒരു ഇവന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതൊരു ഇവന്റ് അല്ല, ഇതൊരു ദീർഘനാളത്തെ പ്രോസസ്സിന്റെ തുടർച്ച മാത്രമാണ്. അതായത് ഫൈനലി ഇറങ്ങിപ്പോവുക അല്ലെങ്കിൽ ബന്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു മൊമെന്റിൽ എത്തുന്നതിന് മുമ്പ് ഒരു സുദീർഘമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. സൈക്കോളജിയിൽ ഒരു റിലേഷൻഷിപ്പ് ഡിസൊല്യൂഷനെ ഒരു ഇവന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. സൈക്കോളജി ബേസ്ഡ് പറയുമ്പോൾ ഈ പ്രോസസ്സിന്റെ പ്രാധാന്യം പറയാതെ വയ്യ. അതായത് ഇതിന്റെ ഒരു ചാക്രിക ക്രമം അഥവാ സൈക്കിൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അവൾ അവനോട് ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഫലമൊന്നും ഇല്ലാതെയാകുന്നു, സങ്കടം ഉണ്ടാകുന്നു, വീണ്ടും ആ പ്രശ്നമോ അതുപോലുള്ള അടുത്ത പ്രശ്നമോ ഉണ്ടാകുന്നു, വീണ്ടും അവൾ അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു, വീണ്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു ഡിസപ്പോയിന്റ്മെന്റിലേക്ക് അവൾ എത്തിച്ചേരുന്നു. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി നീണ്ടു പോകുമ്പോൾ ഒരു പുരുഷൻ ചിന്തിക്കുന്നത് പഴയ കംപ്ലൈൻസ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്നാൽ ഒരു സ്ത്രീ ചിന്തിക്കുന്നത് ഒരു കൺക്ലൂഷൻ പോയിന്റിലേക്കാണ്. അതായത് ഒന്നും മാറാൻ പോകുന്നില്ല, ഇതിനൊന്നും ഒരിക്കലും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന്. ഇതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അതായത് ഒന്നും മാറില്ലെന്നും ഞാൻ ഡിസപ്പോയിന്റഡ് ആയി തുടരുന്ന ഈ ജീവിതം ഇനിയും ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമെന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സങ്കടവും ഡിസപ്പോയിന്റ്മെന്റും എൻ്റെ മെന്റൽ സ്ട്രഗിൾസും മറ്റാരും എസ്പെഷ്യലി ഈ പാർട്ട്ണറും തിരിച്ചറിയാൻ പോകുന്നില്ലെന്നും ഉള്ള ഒരു നിഗമനത്തിലാണ് ഒരു സ്ത്രീ എത്തിച്ചേരുന്നത്. പൂർണ്ണമായിട്ടും ആ ബന്ധത്തിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്ന ദിവസം വരും. പക്ഷേ അവളുടെ മനസ്സിൽ ആ ബന്ധം അവസാനിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാകും. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നതല്ല. ഒരു ബന്ധം പൂർണ്ണമായി മനസ്സിൽ നിന്ന് അറ്റുപോയതിനു ശേഷവും ഒരു സ്ത്രീ അതിൽ തുടരും. അതിൽ അവൾ ഇൻവെസ്റ്റ് ചെയ്ത സ്നേഹത്തിന്റെ വാല്യൂവിനെ കരുതി. പക്ഷെ അതിലും എത്രയോ ശേഷമാണ് ഓരോ സ്ത്രീയും ഫൈനൽ ഒരു തീരുമാനമെടുക്കുന്നതും അത് മറ്റുള്ളവർക്ക് വിസിബിൾ ആയ രീതിയിലുള്ള ഒരു തീരുമാനമായി മാറുന്നതും. റിയൽ ലൈഫിലെ ഒരു ഉദാഹരണം പറയാം. ഒരു വൈഫ് ഹസ്ബൻഡിനോട് പറയുകയാണ്, എനിക്ക് നിന്നോടുള്ള ക്വാളിറ്റി ടൈം കിട്ടുന്നതായിട്ട് അനുഭവപ്പെടുന്നില്ല, നീ എന്നോട് അധികം സംസാരിക്കുന്നില്ല, എനിക്ക് എപ്പോഴും വളരെ ഒറ്റയ്ക്കായതുപോലെ തോന്നുകയാണ്, ഇമോഷണലി ലോൺലിനെസ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിരന്തരം ഒരു വൈഫ് ഹസ്ബൻഡിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ആദ്യമായി കേൾക്കുന്ന ഒരു ഭർത്താവ് തിരിച്ചു പറയുന്നത് അത് നിന്റെ ഒരു തോന്നൽ മാത്രമാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നായിരിക്കും. മറ്റൊരു തവണ വീണ്ടും ഇതേ പ്രശ്നം കേൾക്കുമ്പോൾ പറയും, ഇതൊക്കെ ചെറിയ പ്രോബ്ലംസ് അല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാം എന്നായിരിക്കും. വീണ്ടും മറ്റൊരവസരത്തിൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഇവൾ ഇതേ കാര്യം വീണ്ടും പറയുകയാണ്.
അപ്പോൾ അയാൾ പറയും, നീ എന്തിനാണ് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓവർ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രത്തോളമൊക്കെ ഡ്രാമാറ്റിക് ആവേണ്ട ആവശ്യമുണ്ടോ എന്ന്. കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ വീണ്ടും ഇതേ കാര്യം പറയും. അപ്പോൾ അവൻ പറയും, എനിക്കല്ലെങ്കിൽ 100 പ്രശ്നമാണ്, നീ എന്തിനാണ് ഈ പഴയ കാര്യങ്ങൾ വീണ്ടും ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നത്, ഇതിലൊന്നും വലിയ കാര്യമില്ല, ജീവിതത്തിൽ വേറെ വലിയ വലിയ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളിലും ഇരിക്കുമ്പോൾ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഒന്ന് ശല്യം ചെയ്യാതെ പോകാമോ എന്ന്. പിന്നെയും അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവൻ അതിന് സംസാരത്തിന് നിൽക്കാതെയാവും. ഈ ഒരു സംഭാഷണം എനിക്ക് കേൾക്കേണ്ട, നീ ഒന്ന് പോയി തരാമോ, അല്ലെങ്കിൽ മുഖം കൊടുക്കാതിരിക്കുക, ഫോൺ എടുക്കാതിരിക്കുക, മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപൃതനാവുക, പരമാവധി ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നതിലേക്ക് അവൻ പോകാം. ഇനി കുറച്ച് ടോക്സിക് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ മനസ്സിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊരു വയലൻസിലേക്കും ഫിസിക്കൽ, വെർബൽ, മെന്റൽ അബ്യൂസിലേക്കൊക്കെ പോകാനും ഇടയുണ്ട്. ഇങ്ങനെയൊക്കെ അബ്യൂസീവായ രീതിയിൽ പോയാലും ഇല്ലെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ മനസ്സിൽ ഇതൊക്കെ ഒരു പീസസ് ഓഫ് എവിഡൻസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇത് ഓരോ തവണ ശ്രമിച്ചിട്ടും ഉണ്ടായിട്ടുള്ള ഡിസപ്പോയിന്റ്മെന്റ്സും റിജക്ഷനും എല്ലാം അവളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു. ആദ്യമൊക്കെ ഞാൻ ലിസൺ ചെയ്യപ്പെടുന്നില്ല, എന്നെ ആരും കേൾക്കാനില്ല, ഞാൻ അത്രത്തോളം അലോൺ ആയി പോയി, പിന്നെ എൻ്റെ എക്സ്പെക്ടേഷനും ഈ ഒരു റിയാലിറ്റിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ, അന്നുണ്ടായിരുന്ന ആളല്ലല്ലോ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് തോട്ട് പ്രോസസ്സിലൂടെ ഒരു പെൺകുട്ടി കടന്നു പോകുന്നു. എല്ലാത്തിനും ഉപരി ഒന്നും എവിടെ എത്താൻ പോകുന്നില്ല, ഒന്നും വർക്ക് ആവാൻ പോകുന്നില്ല, സോ ഞാൻ ഈ ബന്ധത്തിൽ നിന്നും ലീവ് ചെയ്യുകയാണ് എന്നുള്ളൊരു തീരുമാനവും എടുക്കുന്നു. അതും അവൾ അവനോട് പലതവണ പറയുകയും ചെയ്യും. അതായത്, എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട, നമുക്കിത് മതിയാക്കാം, ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്ന്. അപ്പോൾ അവന്റെ മറുപടി എന്തായിരിക്കും? ഇത്ര ചെറിയ കാര്യത്തിനോ നീ എന്താ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ നീ പോയി ചെയ്യും, ഞാനും കുറെ ആയി സഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവും അവൻ റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും കൊടുക്കാൻ മാത്രം പ്രാധാന്യമുള്ള ഒന്നല്ല ഇതെന്നുള്ള രീതിയിൽ നിസ്സാരമായി ചിരിച്ചു തള്ളും. ഓരോ തവണയും അവനെ സംബന്ധിച്ച് ഇതൊക്കെ ചെറിയ കാര്യങ്ങളും ഓവർ റിയാക്ഷനും ഡ്രമാറ്റിക് ആവുന്നതും ഇല്ലാത്ത പ്രശ്നം ഊതി വീർപ്പിക്കുന്നതും ഒക്കെയാണ്. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇത് ഒരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിന് ഒരു അവസാനമില്ലെന്നും അവൾക്കൊരു സന്തോഷം എന്നൊരു സൊല്യൂഷൻ ഒരിക്കലും കിട്ടില്ല എന്നുമുള്ള കൺക്ലൂഷൻ വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുന്ന ഒരു പാറ്റേൺ. സ്ത്രീകൾ കൂടുതൽ ഇമോഷണൽ ആണ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് ചിന്താഗതി ശരിയാണോ? ഇവിടെ ബ്രെയിൻ സയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പുരുഷന്മാരും സ്ത്രീകളും എല്ലാ വിധത്തിലുള്ള ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഇമോഷണൽ എക്സ്പ്രഷൻ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ, സോഷ്യൽ കണ്ടീഷനിങ്, ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ എന്നിവ സ്ത്രീയിലും പുരുഷനിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ പലയിടങ്ങളിലും അവൾ അവളുടെ ഫീലിങ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ ഇമോഷൻസും അവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കോൺഫ്ലിക്ട്സ് ഡിസ്കസ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് കൂടിയാണ് ഒരു സ്ത്രീയുടെ പ്രവണത. അതേസമയം ഒരു ആൺകുട്ടി വളർന്നു വരുമ്പോൾ അവനെ സോഷ്യൽ കണ്ടീഷനിങ് ചെയ്യിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കരയാൻ പാടില്ല, ഇമോഷൻസ് എല്ലാം തുറന്നു പറയാൻ പാടില്ല, എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം, വീക്ക്നെസ് വേറൊരാളെയും കാണിക്കാൻ പാടില്ല, എല്ലാം ഉള്ളിലൊതുക്കി പരമാവധി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അധികം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് റിലേഷൻഷിപ്പ് കൂടുതൽ ഹാർഡാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ്. വളർന്നു വരുന്ന ചൈൽഡ്ഹുഡ് സമയത്തും ടീനേജ് ടൈമിലും ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന ശീലങ്ങളുടെ വ്യത്യാസങ്ങൾ അഡൾട്ട്ഹുഡ് ലൈഫിൽ നമ്മളിൽ പ്രതിഫലിക്കുന്നു. അഡൾട്ട്ഹുഡ് ലൈഫിൽ സ്ത്രീകൾ അവർക്കുള്ള ഡിസപ്പോയിൻമെന്റ്സും ഡിസാറ്റിസ്ഫാക്ഷൻസും പരമാവധി വെർബലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പുരുഷന്മാരാകട്ടെ അവർ ശീലിച്ചത് പ്രകാരം അത് പരമാവധി നിസ്സാരവൽക്കരിക്കാനും അവോയ്ഡ് ചെയ്യാനും വേണ്ടി ശ്രമിക്കും. ഇത് ബയോളജിക്കൽ ഇമ്പാക്ട് മാത്രമല്ല, സോഷ്യലൈസേഷന്റെ ഭാഗവും കൂടിയാണ്. നമ്മുടെ തലച്ചോറിന് പാറ്റേൺ വളരെ പ്രധാനമാണ്. ഉറക്കത്തിന്റെ പാറ്റേൺ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമയങ്ങളുടെ പാറ്റേൺ, നമ്മുടെ ബന്ധങ്ങളുടെ പാറ്റേൺ, നമ്മളുടെ ചിന്തകളുടെ പാറ്റേൺ, നമ്മുടെ ശീലങ്ങളുടെ പാറ്റേൺ, അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളെയും ഒരു പാറ്റേൺ സിസ്റ്റത്തിൽ നോട്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ ഒരു പ്രശ്നവും ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി മാത്രം കാണുന്നില്ല. ഓരോ പ്രശ്നത്തെയും ഒരു പാറ്റേണിന്റെ ഭാഗമായിട്ടാണ് കാണുന്നതും വ്യാഖ്യാനിക്കുന്നതും നിഗമനത്തിൽ എത്തുന്നതും. അതായത് റിപ്പീറ്റഡ് ആയിട്ട് പാറ്റേൺസ് ഉണ്ടാകുമ്പോൾ
അത് ഒരു ഡേഞ്ചർ സൈൻ ആയിട്ടും കൂടുതൽ അലേർട്ട് ആവേണ്ട ഒരു മേഖലയുമായിട്ടാണ് നമ്മുടെ ബ്രെയിൻ വിലയിരുത്തുന്നത്. ഒരു വ്യക്തിയിൽ നിന്നും റിപ്ലൈ ഇല്ലാതിരിക്കുക, ഉണ്ടായ കാര്യങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ലാതിരിക്കുക, നമുക്കുണ്ടാവുന്ന ഡിസപ്പോയിൻമെന്റ് ആ വ്യക്തി പരിഗണിക്കുക പോലും ചെയ്യാതിരിക്കുക, വീണ്ടും ഇതേ സൈക്കിൾ ആവർത്തിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ വളരെ സെൻസിറ്റീവ് ആവുകയും ആ ആളെ എൻ്റെ ലൈഫിൽ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണോ, ഞാൻ ഈ ആളുടെ കൂടെ മുന്നോട്ട് തുടർന്നു പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ ബ്രെയിനിന്റെ വിജിലൻസ് സിസ്റ്റം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. ബേസിക്കലി നമ്മുടെ ബ്രെയിനിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒരാളോടുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ഘടകമാണ്. അത് നമ്മുടെ ഇമോഷണൽ സപ്പോർട്ടിനോട് കിട്ടുന്ന വിശ്വാസവും, നമ്മുടെ ഫീലിങ്സ് ആ ആൾ മനസ്സിലാക്കും എന്നുള്ള വിശ്വാസവും, നമുക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുമ്പോൾ ആ ആൾക്ക് വേദനിക്കും എന്നുള്ള വിശ്വാസവും, നമ്മൾ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ആ ആൾക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മളെ ചേർത്ത് നിർത്താനും പറ്റുമെന്നുള്ള വിശ്വാസം കൂടിയാണ്. ആവർത്തിച്ചുണ്ടാകുന്ന അവഗണനകൾ കാരണം, നമ്മൾ പറയുന്നതിന് പൂർണ്ണമായും ചെവി കൊടുക്കാത്തത് കാരണം ഈ ഒരു പാറ്റേണിൽ നിന്നും ട്രസ്റ്റ് എന്നത് മാറി നിൽക്കുകയും ട്രസ്റ്റ്ഫുൾ അല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യും. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇല്ല എന്നും അല്ല എന്നും ആകുമ്പോൾ നമുക്ക് ആ ആളെ ഇമോഷണലി ട്രസ്റ്റ് ചെയ്യുന്നത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ സംബന്ധിച്ച് വലിയൊരു വേദനയായിട്ട് മാറും. തന്നെ ഉടനടി ഓരോ ഇമോഷണൽ റെസ്പോൺസും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ സമയത്തുണ്ടാകുന്ന ഇമോഷണൽ റെസ്പോൺസിന്റെ സൈസോ ആഴമോ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതിന് പിന്നിലുള്ള ഹിസ്റ്ററി മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം ഒരു സ്ത്രീയെയും മനസ്സിലാക്കാൻ ഒരു പുരുഷനും സാധിക്കില്ല. സൈക്കോളജിയിൽ അറ്റാച്ച്മെന്റ് സിസ്റ്റം, അറ്റാച്ച്മെന്റ് തിയറിയിൽ വളരെയധികം വ്യക്തമായി പറയുന്നുണ്ട്. ആസ് പെർ അറ്റാച്ച്മെന്റ് തിയറി, ഓരോ മനുഷ്യനും അവരുടെ ക്ലോസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സെക്യൂരിറ്റി ആൻഡ് കണക്ഷൻ എന്നിവയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ളത് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ബ്രെയിനിൽ ഒരു ബേസിക് ബിലീഫ് ഉണ്ടായി വരുന്നു. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഈ ഒരു വ്യക്തി എനിക്കുണ്ടായിരിക്കും, എൻ്റെ കൂടെ നിൽക്കും, ഇനി എന്ത് തന്നെ വന്നാലും എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഓരോ ക്ലോസ് റിലേഷൻഷിപ്പിലും നമുക്കുണ്ടാവുന്നത്. പക്ഷേ റിപ്പീറ്റഡ് റിജക്ഷൻ, ഇൻകൺസിസ്റ്റൻസി, ബിട്രേയൽ, ഡിസപ്പോയിൻമെന്റ്സ്, ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്നിവ ഉണ്ടാകുമ്പോൾ കൂടുതൽ പേരിലും നമ്മുടെ അറ്റാച്ച്മെന്റ് സിസ്റ്റം കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നു. ഈ ഒരു അവസരത്തിൽ ഒരു പെൺകുട്ടി റീഅഷുറൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവളുടെ പാർട്ണർ ഈ ഒരു റീഅഷുറൻസ് പ്രോസസ്സിൽ നിന്നും പരമാവധി വിഡ്രോ ചെയ്തുകൊണ്ടും ഇരിക്കും. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ബുദ്ധിമുട്ടിലായി തോന്നും. ഒരാൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു, ഒരാൾ കൂടുതൽ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു, മറ്റൊരാൾ പതിയെ പതിയെ അകന്നു പോകുന്നു. ഈ ഒരു പാറ്റേൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ അവൾ വീണ്ടും കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അവൻ അത് വെറും കംപ്ലൈനിങ് മാത്രമായി ഫീൽ ചെയ്യുന്നു, കൂടുതൽ ഡിസ്റ്റൻസ് ഇടാൻ ശ്രമിക്കുന്നു. ഇവളിൽ അത് ഡിസപ്പോയിൻമെന്റ് ഉണ്ടാകുന്നു. വീണ്ടും മൂന്നാം ഘട്ടം വീണ്ടും പറയുന്നു, ഇത്രയും മുമ്പത്തെ കാര്യങ്ങൾ നീ എന്തിനാണ് ഇപ്പോഴും പറഞ്ഞ് എന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്ലൈ മാത്രം കിട്ടുന്നു. കൂടുതൽ അകന്നു പോകുന്നു. സോ ഫൈനലി ഞാൻ ഇത്രയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും, ഞാൻ ഇത്രയധികം എൻ്റെ മനസ്സ് തുറക്കാൻ ശ്രമിച്ചിട്ടും അതിനേക്കാളേറെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന, സൈലന്റ് ആവുന്ന, ഒരു തരത്തിലും സപ്പോർട്ട് തരാത്ത ഒരാളെയാണ് അവനിൽ കാണുന്നത്. ദീർഘകാലമൊന്നും വേണ്ട, ഈ സൈക്കിൾ കുറച്ച് തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ തന്നെ അവളിൽ ഉണ്ടാകുന്ന ഫീലിംഗ് വളരെയധികം എക്സോസ്റ്റഡ് ആണ്, ഈ റിലേഷൻഷിപ്പ് അത്ര അധികം പറ്റുന്നില്ല എന്നുള്ള ഒരു അറിവും കൂടിയാണ്. ഒരു പെൺകുട്ടി അവളുടെ പാർട്ട്ണറോട് കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അവൾക്ക് അവനെ വേണം എന്ന് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടിയാണ്. അതായത് എത്രത്തോളം അവൾ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു, എത്രത്തോളം അവൾ ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കാനും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും ആവശ്യങ്ങൾ പറയാനും ശ്രമിക്കുന്നു, അത് അത്രത്തോളം പ്രൂവ് ചെയ്യുന്നത്, ഇൻവിസിബിളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിന്നെ ഇനിയും വേണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് അവൾ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ചില ഡ്രമാറ്റിക് ആയിട്ടുള്ള സീൻസ് മാത്രമാണ്. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി പറയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം, നമുക്ക് ഒരുമിച്ച് ക്വാളിറ്റി ടൈം വേണം എന്ന് പറയുമ്പോൾ
അവൾ പറയുന്നത് എനിക്ക് കണക്ഷൻ വേണമെന്നുള്ളതാണ്. അതായത് ബന്ധത്തിന്റെ ആ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണക്ഷനെയാണ് അവൾ ചോദിക്കുന്നത്. സംസാരിക്കണമെന്നതോ ക്വാളിറ്റി ടൈം എന്നതിലുപരിയോ അവൾ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിരുന്ന അതേ കണക്ഷന് വേണ്ടിയിട്ടാണ് അവൾ വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നത്. ഇവിടെയുള്ള അണ്ടർലൈയിങ് നീഡ് എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചും അവൾ വാണ്ടഡ് ആണ്, അല്ലെങ്കിൽ അവൾ ഇമ്പോർട്ടൻ്റ് ആണ്, അവൾ അവനെ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അവൻ അവളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് അവൾക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൾ ബേസിക്കലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ ഈ ഫീലിങ്സ് നിനക്ക് മാറ്റർ ആയിരിക്കണം. എൻ്റെ ഈ ഡൗൺ സ്റ്റേജ്, ഞാൻ അനുഭവിക്കുന്ന ഇമോഷണൽ പെയിൻ നിനക്ക് മാറ്റർ അല്ലാത്തിടത്തോളം നമുക്ക് തമ്മിൽ യാതൊരു കണക്ഷനും വർക്ക് ആവില്ല എന്നുള്ളൊരു കാര്യം അവൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അവൾ അവനെ ആഗ്രഹിക്കുന്നത് പോലെ അവൻ അവളെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള റിയലൈസേഷനിൽ കൂടി അവൾ എത്തിച്ചേരുമ്പോൾ അത് ബ്രേക്കപ്പ് എന്നുള്ള ഒരു പാറ്റേൺ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമാവുന്നു. പക്ഷേ ഈ പുറമേ നിന്ന് കാണുന്ന ആരും ഈ പാറ്റേണിൻ്റെ സ്റ്റാർട്ടിങ്ങോ പ്രോസസ്സിങ്ങോ ഒന്നും കാണാതെ ഫൈനൽ സ്റ്റേജ്, അതായത് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ലീവ് ചെയ്തു അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള ഒരു മൊമെന്റ് മാത്രമാണ് കാണുന്നത്. എന്നാൽ എല്ലാ പരാതിയും വാലിഡ് ആണ്. ഏതെങ്കിലും ഒരാൾക്ക് അൺറീസണബിൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോൺസ്റ്റന്റ് റീഅഷുറൻസ് വേണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവാം. പാർട്ട്ണറെ കൂടുതലായി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ചെറിയ രീതിയിലെങ്കിലും പണിഷ് ചെയ്യാനുള്ള ആക്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കാം. മറ്റേ ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തിരിച്ചെടുക്കുന്നതിൽ കൂടി ചെറിയ ശിക്ഷകൾ കൊടുത്തു എന്ന് വിചാരിക്കാം. അതിലൂടെ കൺട്രോൾ ചെയ്യാമെന്ന് കരുതാം. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം ഇത് വലിയ പ്രശ്നങ്ങളിലേക്കും വഴക്കുകളിലേക്കും രണ്ടുപേർക്ക് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കോൺഫ്ലിക്റ്റിലൊക്കെ ആയിരിക്കും എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഹേർട്ടായി, അത് മറ്റേ ആൾ തെറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ള ഇക്വേഷൻ ഒന്നും ഇപ്പോഴും വർക്ക് ആവില്ല. ഇവിടെയാണ് ഇമോഷണൽ മെച്യൂരിറ്റിയുടെ പ്രാധാന്യം. ഹെൽത്തി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് രണ്ടുപേരുടെയും ഫീലിങ്സ് വാലിഡ് ആണ് എന്നിരിക്കലും എല്ലാ ഇന്റർപ്രിട്ടേഷനും ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവണം എന്നും ഇല്ല. എന്താണ് ഇമോഷണൽ ലേബർ? റിലേഷൻഷിപ്പിന്റെ ഇൻവിസിബിൾ വർക്കിംഗ് മോഡാണ് ഇമോഷണൽ ലേബർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു സോഷ്യോളജിക്കൽ ആംഗിളിൽ കൂടി ഒന്ന് നോക്കിക്കാണാം. ഉദാഹരണത്തിന്, ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ എല്ലാം ഓർത്തു വെക്കുന്നു. അവർ ആദ്യമായി കണ്ട ദിവസം, രണ്ടുപേരുടെയും ബർത്ത്ഡേ ദിവസം, പേർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഓർത്തു വെക്കുന്നത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തു വെക്കുന്നത്, ഫാമിലി ഈവൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നത്, എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇമോഷണൽ ബേസ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, പാർട്ട്ണറിന്റെ മൂഡ് ശ്രദ്ധിക്കുന്നത്, മൂഡ് സ്വിങ്സ് ശ്രദ്ധിക്കുന്നത്, ഒരുമിച്ചുള്ള ഒരു നല്ല ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്, ഇമോഷണലി ഈ ഓരോ കാര്യത്തിന് വേണ്ടി സമയവും ഊർജവും മാറ്റിവെച്ച് പരിശ്രമിക്കുന്നതിനെയാണ് ഇമോഷണൽ ലേബർ എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ ലേബർ എന്ന് പറയുന്നത് ജെൻഡർ സ്പെസിഫിക് ഒന്നുമല്ല. വളർന്നു വന്ന സാഹചര്യങ്ങളുടെ ബേസിസിൽ നമ്മൾ ഓരോരുത്തരിലും ഓരോ രീതിയിലുള്ള ഇമോഷണൽ ലേബർ ഉണ്ടായിരിക്കാം. പഠനങ്ങൾ പറയുന്നത് ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിൽ പുരുഷന്മാരെക്കാളും സ്ത്രീകളാണ് കൂടുതൽ ഇമോഷണൽ ലേബർ ഏറ്റെടുക്കുന്നത് എന്നാണ്. പക്ഷെ ഇമോഷണൽ ലേബറിങ് ഇത്രയധികം ഏറ്റെടുത്തിട്ടും അതിനുവേണ്ടി ഇത്രയധികം സമയവും എനർജിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടും മറുപക്ഷത്തു നിന്നും യാതൊരു തരത്തിലുള്ള കൺസിഡറേഷനും ഇല്ലാതിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ചിന്തിച്ചു തുടങ്ങും, ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ മാത്രം വിചാരിക്കുന്നത് കൊണ്ടാണല്ലേ, മറ്റേ ആളുടെ ഭാഗത്തു നിന്നും യാതൊരു എഫേർട്ടും ഇല്ലല്ലോ, ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒന്നാണ് ഈ റിലേഷൻഷിപ്പ്, ഇല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് അവൾ മനസ്സിലാക്കി തുടങ്ങും. ഈ ഒരു തിരിച്ചറിവ് വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. മെന്റൽ ലോഡ് വേഴ്സസ് ഫിസിക്കൽ ലോഡ്. പുരുഷന്മാർ കൂടുതലും അറ്റ് എ ടൈം ഒരു ഫിസിക്കൽ ടാസ്കിൽ മാത്രമായിരിക്കും ഏറ്റെടുക്കുക. അതായത് ഏതെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചും അവൾ ഏതൊരു ഫിസിക്കൽ ടാസ്ക് ചെയ്യുമ്പോഴും അവളുടെ മനസ്സ് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നാളെ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ട ഒരു ബില്ലിനെ പറ്റിയിട്ടോ, ചെയ്ത് തീർക്കേണ്ട മറ്റു ടാസ്കിനെ പറ്റിയിട്ടോ, പോകാനുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടോ, മറ്റു റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടോ ഒക്കെ ഒരു പെൺകുട്ടിയുടെ മനസ്സ് എപ്പോഴും വർക്കിംഗ് മോഡിലായിരിക്കും. അതേസമയം അവൾ ഫിസിക്കലായിട്ടുള്ള മറ്റു ജോലികൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചും വളരെ ഫ്രീ ആയിട്ട് ഒരു ഫിസിക്കൽ ടാസ്കിൽ അറ്റ് എ ടൈം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ശ്രമിക്കുക. സോ മെന്റലി ആൻഡ് ഫിസിക്കലി സ്ത്രീകൾ എക്സ്ഹോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ പുരുഷന്മാർ അത്രയൊന്നും എക്സ്ഹോസ്റ്റഡ് ആവാതെ കുറച്ചുകൂടി ഫ്രീ ആൻഡ് സ്മൂത്തിൽ നയിച്ചു കൊണ്ടുവരിക്കും. വീണ്ടും ഡിസപ്പോയിൻമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ മീ എന്നുള്ള ഒരു റിയലൈസേഷൻ
ഒരു റിലേഷൻഷിപ്പിൽ റിസൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണമാകുന്നു. വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും ബ്രെയിൻ സൈക്കോളജിയും. സ്ത്രീ അറിവുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകാൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. പക്ഷേ യാതൊരു അറിവും വിവരവും ഒന്നും തന്നെ ഇല്ലാത്ത, വിദ്യാഭ്യാസമേ ഇല്ലാത്ത ഒരു സ്ത്രീയെയോ പെൺകുട്ടിയെയോ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകും, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ ഫ്യൂച്ചർ എന്ത് പറയും, എൻ്റെ ഫാമിലി എന്ത് പറയും എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റ് കാരണം അതേ സ്ഥലത്ത് നിന്ന് തന്നെ തുടരേണ്ടി വരും. പക്ഷെ അറിവുള്ള, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊരു ധൈര്യം ഉണ്ടാകും. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയാലും ഇനി അങ്ങോട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. ഈ റിലേഷൻഷിപ്പ് മാത്രമല്ല എൻ്റെ ജീവിതം, എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ പോലത്തെ ഒരു കാര്യം മാത്രമാണ് റിലേഷൻഷിപ്പ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുള്ളതുപോലെ ഒരു പാർട്ട് മാത്രമാണ് റിലേഷൻഷിപ്പ്. ഇത് മാത്രമല്ല എല്ലാം എന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിമണിനെ സംബന്ധിച്ചിടത്തോളം ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് എക്സിറ്റ് റീസൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി വളരെ ഫീസിബിൾ ആയിരിക്കും. പക്ഷെ പുറമെ നിന്ന് കാണുന്നവർ ഇങ്ങനെ പറയും, ഇന്നത്തെ പെൺകുട്ടികൾക്ക് തീരെ പേഷ്യൻസ് ഇല്ല, അല്ലെങ്കിൽ അവർ തോന്നിയത് പോലെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തും ആകാമല്ലോ, അല്ലെങ്കിൽ പണ്ടത്തെ ബന്ധങ്ങൾക്കുള്ളതുപോലെ ഇന്ന് ആർക്കും ബന്ധങ്ങൾക്ക് യാതൊരു വിലയോ ഇല്ല. ഇങ്ങനെയൊക്കെ പലരും പല രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് മുന്നിലുള്ള ചോയ്സസ് കൂടുമ്പോൾ നമ്മുടെ ടോളറൻസ് ലെവൽ കുറയും എന്നുള്ളതാണ്. വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുന്നിൽ ജീവിക്കാൻ ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ജീവിതം എന്നുള്ള തിരിച്ചറിവും അവൾക്കുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും ടോളറേറ്റ് ചെയ്ത് ലൈഫ് സ്പോയിൽ ചെയ്യണ്ട എന്ന് അവളുടെ മനസ്സ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഐ ക്യാൻ സർവൈവ് വിത്തൗട്ട് യു എന്നുള്ള റിയലൈസേഷൻ. ഇതിനെ അരഗൻസ് എന്ന് പലരും പറയും, ചിലപ്പോൾ ഈ പാർട്ണർ തന്നെ പറയാം. പക്ഷേ ഇത് അരഗൻസ് അല്ല. റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് മാറുന്നത് ഇങ്ങനെയാണ്: എനിക്ക് ഈ ബന്ധം വേണം, എനിക്ക് നിന്നെ വേണം, പക്ഷേ എനിക്ക് എന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല, എനിക്ക് എന്നെ വേണം, അതിനോടൊപ്പം നിന്നെയും വേണം എന്ന ചിന്താഗതിയുള്ള ഓരോ പെൺകുട്ടിക്കും അവളുടെ റിലേഷൻഷിപ്പ് ഡൈനാമിക്സ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമായിരിക്കും. പക്ഷെ എനിക്ക് എന്നെയും വേണം, അതുപോലെ എനിക്ക് നിന്നെയും വേണം, നമ്മളിൽ ഒരാളെ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധമാണ് നമ്മുടെ ബന്ധമെങ്കിൽ ഈ ബന്ധം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിന്റെയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പാർട്ണറുടെയും ഹെൽത്തി ആയിട്ടുള്ള ചിന്താഗതിയുടെയും തെളിവ് മാത്രമല്ലേ. സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഐഡന്റിറ്റി. ഒരാൾ മറ്റൊരാളുമായി ഇഷ്ടത്തിലാവുന്നു, പിന്നീട് അവർക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഈ റിലേഷൻഷിപ്പിന് ശേഷം ഒരു പാർട്ണറുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ആ മറ്റ് പാർട്ണറുമായിട്ടുള്ള ബന്ധമാണ് എന്ന് മാറിയാൽ ആ ഒരു വ്യക്തിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് മറ്റേ വ്യക്തിയുടെ പാർട്ണർ എന്നതായി മാത്രം മാറും. അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണോ? ഒരിക്കലും അല്ല. എന്താണ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇക്വേഷൻ? ഐ ആം മീ പ്ലസ് ഐ എം യുവർ പാർട്ട്ണർ എന്നുള്ളതാണ്. അതായത് എനിക്ക് ഞാനായി തന്നെ നിൽക്കാൻ കഴിയുകയും ഒപ്പം ഞാൻ എൻ്റെ പാർട്ണർ കൂടി ആയിരിക്കുകയും ചെയ്യുന്നതല്ലേ ഹെൽത്തി റിലേഷൻഷിപ്പ്. അതല്ലാതെ എന്നെ പൂർണ്ണമായി ഞാൻ സാക്രിഫൈസ് ചെയ്ത് എന്നെ ഞാൻ കൊന്നു കളഞ്ഞിട്ട് നിന്റെ പാർട്ണർ എന്നുള്ള ഐഡന്റിറ്റി മാത്രം എടുത്ത് എല്ലാം ടോളറേറ്റ് ചെയ്ത് ജീവിക്കുന്നതാണോ? ചിലർക്ക് ചില ബന്ധങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഐഡന്റിറ്റി തന്നെ ഡാമേജ് ആയതുപോലെ തോന്നുന്നു. എന്നാൽ മറ്റു ചിലർക്ക് ഇൻഡിവിജ്വാലിറ്റി പ്ലസ് കണക്ഷൻ ആണ് ഒരു റിലേഷൻഷിപ്പ് എങ്കിൽ ആ കണക്ഷൻ നഷ്ടപ്പെട്ടാലും അവർക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അതാണ് ഹെൽത്തി മെന്റാലിറ്റി എന്ന് പറയുന്നത്, അതാണ് ഹെൽത്തി ഡിസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്യുമുലേറ്റീവ് സ്ട്രെസ് കൂടി മനസ്സിലാക്കണം. ഒരു റിലേഷൻഷിപ്പിൽ അൺറിസോൾവ്ഡ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവിടെ കുറയുന്നത് നമ്മുടെ ഇമോഷണൽ റിസോഴ്സസ് ആണ്. പക്ഷെ അതിന്റെ കോസ് എന്ന് പറയുന്നത് പലപ്പോഴും ആർഗ്യുമെന്റ് പ്ലസ് പ്രീവിയസ് ഡിസപ്പോയിന്റ്മെന്റ്സ് പ്ലസ് ബ്രോക്കൺ പ്രോമിസസ് പ്ലസ് അൺറിസോൾവ്ഡ് റിസൺമെന്റ് എന്നിവയാണ്. ഇതെല്ലാം ചേർന്ന ഒരു ഫൈനൽ റെസിപ്പിയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഇതൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ ലാസ്റ്റ് ടൈം ഓർ വാട്ട് ഹാപ്പൻ ഫോർ ദിസ് ഡിസിഷൻ എന്ന് ചോദിക്കുന്നതിനോ ചിന്തിക്കുന്നതിനോ പകരം വാട്ട് ഹാപ്പൻ റിപ്പീറ്റഡ്ലി എന്നൊന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പെൺകുട്ടി ബ്രേക്കപ്പിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഇൻഡിക്കേറ്റർ ആണ് അവൾ നിങ്ങളോട് പരാതി പറയുന്നത് പൂർണ്ണമായും നിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്കിടയിലുള്ള വഴക്കും പ്രശ്നങ്ങളും അവൾ പിന്നാലെ വന്ന് നിങ്ങളുടെ സ്നേഹത്തിനും സമയത്തിനും വേണ്ടി ബെഗ് ചെയ്യുന്നതും പൂർണ്ണമായും സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നോ മോർ ഫൈറ്റ്സ്, നോ മോർ ആർഗ്യുമെന്റ്, നോ മോർ കോൺഫ്ലിക്ട്സ്, നോ മോർ കംപ്ലൈൻറ്റ്സ് ആസ് വെൽ. മുമ്പ് പലതവണ എനിക്ക് സംസാരിക്കണം, എനിക്ക് സമയം വേണം, എൻ്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരാൾ ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല, ഇപ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇപ്പൊ ഒന്നും പരാതിപ്പെടുന്നില്ല. ആർഗ്യുമെന്റ്സ് ചെയ്യാനോ കംപ്ലൈന്റ് ചെയ്യാനോ വഴക്കിന് വരാനോ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാനോ അസ്വസ്ഥപ്പെടുത്താനോ ഒന്നും ഇപ്പൊ താല്പര്യമല്ല. ഇത് ആ റിലേഷൻഷിപ്പിൽ ഡിസ്എൻഗേജ്മെന്റ് ഉണ്ടായതിന്റെ വലിയൊരു സൈൻ ആണ്. അവളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മാറാൻ പോകുന്നില്ല എന്നൊരു റിയലൈസേഷനിലേക്ക് അവൾ എത്തിച്ചേർന്നു. ഇപ്പോൾ അവന്റെ സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യാതിരിക്കുന്നതാണ് അവളെ സംബന്ധിച്ചിടത്തോളം പീസ്. ഈ പീസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നത് അവൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. ലീവ് ദ റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ് ഓർ ഡിവോഴ്സ്.
ഏതൊരു റിലേഷൻഷിപ്പിന്റെയും ആദ്യഘട്ടത്തിൽ എക്സൈറ്റ്മെന്റ് വളരെയധികം കൂടുതലായിരിക്കും, ഒപ്പം ക്യൂരിയോസിറ്റിയും. ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതുമ, ആന്റിസിപ്പേഷൻ, അറിയാനുള്ള ആഗ്രഹം, അട്രാക്ഷൻ, ഇവയൊക്കെ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ദിസ് ഇസ് മൈ റൈറ്റ് പേഴ്സൺ, എവറിത്തിങ് പെർഫെക്റ്റ് എന്നൊക്കെ തോന്നാം. പക്ഷേ ലോങ് ടേം റിലേഷൻഷിപ്പിൽ നോവൽറ്റി കുറയുമ്പോൾ റിലേഷൻഷിപ്പിന്റെ റിയൽ ഫൗണ്ടേഷൻ പുറത്തേക്ക് വരും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ആണ് റിയൽ ഫൗണ്ടേഷൻ എങ്കിൽ തീർന്നു. അതായത് ഫ്രണ്ട്ഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, കൺസിഡറേഷൻ, വെയിറ്റിംഗ്, കമ്പാറ്റബിലിറ്റി, ഷെയർഡ് വാല്യൂസ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, എല്ലാത്തിനും ഉപരി റെസ്പെക്റ്റ് ആൻഡ് ലവ്. ആദ്യം ഉണ്ടായിരുന്ന ഈ ബട്ടർഫ്ലൈസ് ഒക്കെ കുറയുന്നത് കൊണ്ട് സ്നേഹം അല്ലെങ്കിൽ ലവ് കുറഞ്ഞു എന്നൊന്നും അർത്ഥമില്ല. അറ്റാച്ച്മെന്റ് മാത്രമായി ബന്ധങ്ങൾ പോകാതെ മെച്യൂർ അറ്റാച്ച്മെന്റ് ഉണ്ടാവണം. അത് എന്നും മറ്റേ ആളെ കൺസിഡർ ചെയ്യാനും മനസ്സിലാക്കാനും കേൾക്കാനും ചേർത്ത് നിൽക്കാനുമുള്ള വില്ലിങ്നെസ് തുടർന്നു കൊണ്ട് പോകുന്നതിൽ മാത്രം ഉണ്ടാവുന്നതാണ് മെച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. കൺസിഡർ ചെയ്യപ്പെടുക എന്നുള്ള ആഗ്രഹത്തിനപ്പുറം നമുക്ക് മറ്റൊരു ആഗ്രഹവും അത്ര വലുതായിട്ടുണ്ടാവില്ല. ഈ കൺസിഡറേഷൻ കുറഞ്ഞു വരുമ്പോൾ ബന്ധങ്ങളുടെ നിലനിൽപ്പിനുള്ള ആഗ്രഹവും കുറഞ്ഞു തന്നെ വരും. ചില കപ്പിൾസിന് ട്രെമൻഡസ് അട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ വാല്യൂസ് മിസ്മാച്ച് ആയാൽ എന്തു പറ്റും? ചുറ്റുമുള്ള എല്ലാവരിലും നമ്മൾ കാണുന്ന ക്യൂറേറ്റഡ് ഇമേജസ് ഉണ്ടല്ലോ, ആ പെർഫെക്റ്റ് മൊമെന്റ്സിനെ മാത്രം വിഷ്വലൈസ് ചെയ്യപ്പെട്ട് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ലോൺലിനെസ്സും സങ്കടങ്ങളും, നമ്മളെ കേൾക്കാൻ ആരും ഇല്ലാത്തതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാവരും സന്തോഷമായിരിക്കുന്ന ഈ ലോകത്ത് അതിനേക്കാൾ ഏറെ സന്തോഷത്തിന് അർഹരായ നമുക്ക് സന്തോഷം കിട്ടാതിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കൊണ്ടാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എക്സിറ്റ് ആവുന്നത് തന്നെയല്ലേ നല്ലത്. ഞാനൊരു കാര്യം പറയട്ടെ, ബ്രേക്കപ്പ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലോസ് അവേർഷൻ കൂടിയുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നിർത്തുമ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ആ ഒരു പാർട്ട്ണർ മാത്രമല്ല, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന മെമ്മറീസ്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഡെയിലി റുട്ടീൻസ്, നമുക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ഫാമിലി കണക്ഷൻസ്, ഷെയർഡ് ഫ്രണ്ട്സ്, ഇമോഷണൽ ഫെമിലിയാരിറ്റി, ഫ്യൂച്ചർ പ്ലാൻ, ഇവയെല്ലാം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അൺഹാപ്പി റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോഴും സൈക്കോളജിക്കലി നമ്മൾ ഒരു ഡാമേജ്ഡ് പേഴ്സൺ ആയിട്ട് മാറുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു കളയും, അവൾക്ക് അവനെ വിട്ടുപോകാൻ വളരെ എളുപ്പമായിരുന്നു എന്ന്. ഒരിക്കലുമല്ല. ഒരാൾക്കും ഒരാളെയും വിട്ടുപോകാൻ ഒരിക്കലും എളുപ്പമല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ലോസ് ഓഫ് അവേർഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിട്ടുപോകുന്നത് അവനെ മാത്രമല്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരുപാട് കാര്യങ്ങളെ കൂടിയാണ്. ഇതിൽ നിന്നൊക്കെ പുറത്തു വരിക, ഈ ഉണ്ടായിരിക്കുന്ന ഡാമേജിൽ നിന്നും ഒന്ന് ഹീൽ ആവുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നിട്ടും അവൾ ആ ഡെസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത്രയധികം സങ്കടപ്പെട്ടിട്ടുണ്ട്, അത്രയധികം വേദനിച്ചിട്ടുമുണ്ട്. ഒരു റിലേഷൻഷിപ്പ് വിട്ട് ഒരു സ്ത്രീ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക അവളായിരിക്കും. നിനക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ, നിനക്ക് നിന്റെ ലൈഫിന് എന്താകും, നിന്റെ ലൈഫിൽ ഓൾവേസ് ഈ ഒരു ലേബൽ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വർക്ക് ആവുന്നത് അത് മ്യൂച്വൽ അഡ്ജസ്റ്റ്മെന്റ് ആകുമ്പോഴാണ്. അഡ്ജസ്റ്റ്മെന്റ് ഇസ് ഹെൽത്തി വെൻ ഇറ്റ്സ് മ്യൂച്വൽ. നമുക്ക് എല്ലാവർക്കും ഒരു പ്രോഗ്രസീവ് റിലേഷൻഷിപ്പ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ വൺ സൈഡഡ് സഫറിങ്ങിനെ മാത്രം അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ഇന്നും കേരളത്തിലുള്ളത്. ഈ വൺ സൈഡ് സഫറിങ് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റുമായിട്ട് ഈക്വൽ ആവുന്നത്? അത് രണ്ടല്ലേ? പുരുഷന്മാർക്ക് ഈ വിഷയത്തിൽ എന്താണ് പഠിക്കാനുള്ളത്? ഒരു സ്ത്രീ നിങ്ങളോട് പരാതികൾ പറയുമ്പോൾ, അവളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നീ ഓവർ റിയാക്ട് ചെയ്യുന്നു, നീ വെറുതെ സീൻ ഉണ്ടാക്കുന്നു, നീ ഇത്രയും അനോയിങ് ആണ്, നീ ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നു, അസ്വസ്ഥപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും പിന്തള്ളിക്കളയാതെ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ എന്താണ് കാരണം എന്ന് അവളോട് ചോദിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. പുരുഷന്മാരിൽ പൊതുവെ ഡിഫെൻസ് ആണ് ഉണ്ടാവുക. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് അങ്ങ് ഒതുക്കുക എന്നുള്ള രീതി. അതിനു പകരം ഇത് അറിയാനുള്ള ഒരു ആകാംക്ഷ കാണിക്കുക, കേൾക്കാനുള്ള ഒരു മനസ്സ്, അറ്റ്ലീസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി, എന്തുകൊണ്ട് അവൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു, എന്തുകൊണ്ട് അവളത് പറയാൻ വേണ്ടി എന്നോട് വന്നു എന്നുള്ളൊരു ബേസിക് ക്യൂരിയോസിറ്റി കാണിക്കണം. ആദ്യം കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നീട് അവ സോൾവ് ചെയ്യുക. അതായത് അണ്ടർസ്റ്റാൻഡ് ഫസ്റ്റ്, സോൾവ് ലേറ്റർ എന്നുള്ള ഒരു മെന്റാലിറ്റി. ഇനി സ്ത്രീകൾ എന്താണ് ഇനിയും പഠിക്കേണ്ടിരിക്കുന്നത്? സ്ത്രീകൾ കുറച്ചുകൂടി സ്പെസിഫിക് ആവുക. ഒരു കാര്യം പറയുമ്പോൾ കുറച്ചുകൂടി സ്ഫുടതയോടും വസ്തുനിഷ്ഠതയോടുകൂടിയും വളരെ ക്ലാരിറ്റിയോടുകൂടിയും പറയുക. ആ പറയുന്നതിന് വേണ്ടത്ര ക്ലാരിറ്റി ഒരു തവണ ഉണ്ടെങ്കിൽ അതിന് 1000 തവണ ആവർത്തിക്കേണ്ട എന്നുള്ള തീരുമാനം കൂടി എടുക്കുക. ദാറ്റ് മീൻസ് സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾവേസ് എഫക്റ്റീവ്. ഹെൽത്തി റിലേഷൻഷിപ്പ് ഇസ് ഈക്വൽ ടു ലവ് പ്ലസ് റെസ്പെക്ട് പ്ലസ് സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ പ്ലസ് ബൗണ്ടറീസ് പ്ലസ് ഫാക്ടബിലിറ്റി പ്ലസ് മ്യൂച്വൽ എഫേർട്ട്. മനസ്സിലായില്ലേ? ഈ പറയുന്ന ഇതെല്ലാം സമ്മപ്പ് ചെയ്യുമ്പോൾ വേണം ഹെൽത്തി റിലേഷൻഷിപ്പ് എന്നുള്ള ഒന്നുണ്ടാവേണ്ടത്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ലാക്ക് ആവുന്നത്, നിങ്ങളിൽ ഏതാ കുറവുള്ളത്, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മാത്രമേ ആ റിലേഷൻഷിപ്പ് എല്ലായ്പ്പോഴും നിലനിൽക്കുകയുള്ളൂ.
ഒരു സ്ത്രീ പോകുമ്പം അവൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് പോയി, ഒരു പുരുഷൻ പോകുമ്പം അവന് സ്നേഹമേ ഇല്ലാത്തത് കൊണ്ട് പോയി. ഇതൊക്കെ ജസ്റ്റ് ബ്ലൈൻഡ് ജഡ്ജ്മെന്റ് ആണ്. ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനം മാത്രം നോക്കിയിട്ട് ആ റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. സ്നേഹം മാത്രം കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കില്ല. ഒരാളുടെ മാത്രം എഫേർട്ട് കൊണ്ടും ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കില്ല. ഇടയ്ക്ക് വരുന്ന ഏറ്റക്കുറച്ചിലുകൾ പരിഹരിക്കാനുള്ള മനസ്സില്ലാത്തടത്തോളം ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല. സോ കമ്മ്യൂണിക്കേഷനുള്ള ചേഞ്ചസ് ഇല്ലെങ്കിൽ അത് വർക്ക് ആവില്ല. കൂടുതലും ബന്ധങ്ങളിലും രണ്ടുപേരും നല്ല മനുഷ്യർ തന്നെ ആയിരിക്കും, നല്ല പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കും അവർക്കുള്ളത്. പക്ഷേ അവർക്ക് ഒരുമിച്ച് വേണ്ടിയിരുന്ന ജീവിതം അതായിരിക്കില്ല എന്നുള്ളതാണ്. ഇനി മുതൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരാളെ നഷ്ടപ്പെട്ടാൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടുപോയാൽ, നിങ്ങൾ സ്വയം ചോദിക്കുക, അവൾക്ക് എന്നോട് സ്നേഹമില്ലായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ അവൾക്ക് എന്താണ് കൊടുത്തതിൽ കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം എവിടെയായിരുന്നു, അല്ലെങ്കിൽ അവൾ എന്തായിരുന്നു വിചാരിച്ചിരുന്നത്, ഇങ്ങനെയൊന്നും അല്ല ഇനി ചോദിക്കുക. നമ്മുടെ ഒരുമിച്ചുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ അവൾക്ക് എവിടെ വെച്ചിട്ടാണ് നഷ്ടങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്? നമ്മൾ രണ്ടുപേരും സ്പെസിഫിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നു. ഈ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ്റെ റിസൾട്ട് എന്ന ചേഞ്ചസ് നമ്മൾ രണ്ടുപേരിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് പരസ്പരം ട്രസ്റ്റും റെസ്പെക്റ്റും എക്സ്പ്രസീവ് സ്നേഹവും ഉണ്ടായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടുള്ള ചിന്താഗതി ഒന്ന് തന്നെയായിരുന്നു. നമ്മുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസും പ്ലാൻസും വിഷസും സെയിം ആയിരുന്നു എന്നിവയൊക്കെയാണ്. ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പ് ചെയ്യുമ്പോൾ അവൾ ഗിവ് അപ്പ് ചെയ്യുന്നതല്ല, അവിടെ വെച്ച് അവളുടെ ജീവിതം തകർന്നു പോകുന്നതോ നശിച്ചു പോകുന്നതോ അല്ല, മറിച്ച് അവൾ അവളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരുന്നതാണ്. ഒരാളും ചിന്തിക്കരുത് അവളെ എങ്ങനെ പോകാതെ പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ അവനെ എങ്ങനെ പോകാതെ പിടിച്ചു നിർത്താം. ഇങ്ങനെ ചിന്തിക്കാം, എങ്ങനെ രണ്ടുപേർക്കും സേഫായിട്ട്, സെക്യൂറായിട്ട്, സമാധാനമായിട്ട്, സന്തോഷമായിട്ട് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത്. ഒരാളെ പിടിച്ചു നിർത്താൻ മറ്റേ ആൾ ശ്രമിച്ചതുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനമില്ല. രണ്ടുപേർക്കും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള സന്തോഷം കിട്ടുന്ന ഒരു ഹാബിറ്റായിട്ട് അവർക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റാത്തിടത്തോളം ഒന്നിനും ഇവിടെ പ്രസക്തിയില്ല. രണ്ടുപേർക്കും പരസ്പരം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുപോലെ തന്നെ രണ്ടുപേർക്കും പരസ്പരം വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അതാണ് ഓരോ റിലേഷൻഷിപ്പും. താങ്ക് യു ഫോർ വാച്ചിങ്. നമസ്കാരം.